RS ശശികുമാർ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ശശികുമാർ. ഇപ്പോൾ ഗവർണറുടെ ഒരു സുപ്രധാനമായൊരു നീക്കമായിട്ടാണ് കരുതുന്നത്. ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സർവകലാശാലകളിലെ ഒരു വ്യക്തമായ നിയമമുണ്ട്, UGCയുടെ നിയമമുണ്ട്. പക്ഷേ UGC നിയമത്തെയും സർവകലാശാലയെയും മറികടക്കാൻ സുപ്രീം കോടതിക്കല്ല ഒരു കോടതിക്കും അധികാരത്തിന്റെ അവകാശമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതിനെന്താ? എക്സിക്യൂട്ടീവ് പരാജയപ്പെടുമ്പോൾ ജുഡീഷ്യറി ആ എക്സിക്യൂട്ടീവിന്റെ സ്ഥാനം കൂടി കൈയടക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ജഡ്ജസിനെ വിമർശിക്കുകയല്ല, ആ ജഡ്ജിമെന്റിനിൽ ഉള്ള അതിർത്തി രേഖപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ VC മാറ്റിയത് ആ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ നോമിനി ഇല്ല എന്നുള്ള കാര്യവും അതേപോലെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അംഗമായിരുന്നുള്ളതാണ്. കാരണം UGC നിയമം അനുസരിച്ച് അക്കാഡമിഷ്യൻസ് മാത്രമേ സെർച്ച് കമ്മിറ്റിയിൽ പാടുള്ളൂ. അതിന് പകരമാണ് ചീഫ് സെക്രട്ടറി നിയമിക്കുന്നത്. അത് തെറ്റാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ UGCയുടെ നോമിനി സെർച്ച് കമ്മിറ്റിയുടെ ആവശ്യമുണ്ട്, അത് ഒഴിവാക്കിയിരുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ രാജശ്രീയെ വോട്ട് അഭിനയിച്ചതായിട്ട് ആ സാങ്കേതിക സർവകലാശാലയെ സുപ്രീം കോടതി നീക്കി. ആ സുപ്രീം കോടതി ഇപ്പൊ പറയുന്നു ഒരു ജഡ്ജിക്ക് സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ ആവാമെന്ന്. അതെങ്ങനെ പറ്റും? UGC നിയമം അനുസരിച്ച് അക്കാഡമിക്സിനെ പറ്റുള്ളൂ. ഒരു ജഡ്ജി എങ്ങനെ, അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജി എങ്ങനെ നിയമപണ്ഡിതനാണ്, അത് എങ്ങനെ വിദ്യാഭ്യാസ വിചക്ഷണനാകും? അപ്പോൾ ആവും തെറ്റ്. 2, UGCയുടെ നോമിനി നിർബന്ധമായും വേണമെന്ന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വയലേറ്റ് ചെയ്തിരിക്കുന്നു. 3ാമത് മറ്റൊരു വളരെ സുപ്രധാന കാര്യം, ഇപ്പോഴുള്ള തീരുമാനം 4 അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് നടത്തുന്ന ശുപാർശ അനുസരിച്ച് മുഖ്യമന്ത്രി പാനലിൽ 1, 2 അനുസരിച്ച് പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. മുഖ്യമന്ത്രി ഇടപെടുക എന്ന് വെച്ചാൽ സർക്കാർ ഇടപെടുകയാണ്. അപ്പോൾ ചാൻസലറായ ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ നഷ്ടപ്പെടുകയാണ്. ചാൻസലർക്ക് പകരം ചാൻസലർ സ്ഥാനത്തേക്ക് ചാൻസലർ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോവിന്ദനാഥ് രവി തന്നെ സുപ്രീം കോടതി തന്നെ നിയമനം റദ്ദാക്കിയത്. അപ്പോൾ സുപ്രീം കോടതി ഏതൊക്കെ നിയമം അനുസരിച്ചാണോ നിയമനങ്ങൾ മുൻകാലങ്ങൾ റദ്ദാക്കിയത് അത് സുപ്രീം കോടതി ആവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഏത് പൗരനുമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർ എന്ന് പറയുന്ന ചാൻസലർക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് 100% ശരിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണക്കിലെടുത്ത് വേണം സുപ്രീം കോടതി ഈ സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. വളരെ നന്ദി ശ്രീ RS ശശികുമാർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.